നമസ്കാരം. മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം. ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തകളിലേക്ക് സ്വാഗതം. നന്മയുള്ള മനസ്സുകളാണ് ഈ ഭൂമിയെ കൂടുതൽ സുന്ദരമാക്കുന്നത്, അല്ലേ? രാജ്യത്തിന്റെ ഏത് കോണിലായാലും ദുരന്തമുഖത്ത് പ്രതീക്ഷയുടെ സഹായഹസ്തവുമായി ഓടിയെത്തുന്ന ഒരു മലയാളി സാന്നിധ്യമുണ്ട്. തിരുവനന്തപുരം വിതുര സ്വദേശി രഞ്ജിത്ത് ഇസ്രായേൽ. ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിലുണ്ടായ 3 ദുരന്തങ്ങളിലും രക്ഷാദൌത്യത്തിൽ പങ്കെടുത്ത മലയാളി. 2013 മഹാപ്രളയത്തിലും 2021 ജോഷിമഠിലുണ്ടായ മേഘവിസ്ഫോടനത്തിലും കേരളത്തിലെ പ്രളയത്തിലും കവളപ്പാറ പെട്ടിമുടി ദുരന്തങ്ങളിലും രക്ഷാപ്രവർത്തനത്തിൽ രഞ്ജിത്തിന്റെ സഹായഹസ്തമുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ സിൽക്യാരയിലെ തുരങ്കത്തിൽ അകപ്പെട്ട 41 തൊഴിലാളികളെ രക്ഷിക്കുന്നതിനായുള്ള രക്ഷാദൌത്യത്തിലും പങ്കാളിയായിരുന്നു രഞ്ജിത്തിന്റെ വാക്കുകളിലേക്ക്. ഞാൻ കഴിഞ്ഞ 12 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. ഞാൻ ഒരു സൈനികൻ, ഒരു കമാൻഡോ, ഒരു സർവീസിലേക്ക്, സ്പെഷ്യൽ ഫോഴ്സ് സർവീസിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. ചില കാര്യങ്ങളിൽ പോകാൻ സാധിച്ചില്ല. അപ്പോൾ രക്ഷാപ്രവർത്തന ഫീൽഡിലേക്ക് പോയി യാദൃശ്ചികമായിട്ടാണ് ഉത്തരാഖണ്ഡിലെ 2013 ഗ്രേറ്റ് ഫ്ലഡ്, ഏകദേശം 10,000 മേളിൽ ഒരു കാഷ്വൽ ഡെത്ത് സംഭവിച്ച ഒരു ഇൻസിഡന്റ് ആണ്. അത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു ഇൻസിഡന്റ് ആണ്. സ്പെഷ്യലി മേഘവിസ്ഫോടനം, ക്ലൗഡ് ബസ്റ്റിംഗ്, ഇന്ത്യക്ക് പരിചിതമല്ലാത്ത ഒരു അവസ്ഥയാണ് ക്ലൗഡ് ബസ്റ്റിംഗ്. ഇതിൽ നിന്നാണ് ഞാൻ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ടും സർവീസ് എന്ന രംഗത്തിലേക്ക് കടന്നു വരുന്നത്. പിന്നെ തുടർച്ചയായിട്ട് 2018 കേരളത്തിൽ നടക്കിയ ഗ്രേറ്റ് ഫ്ലഡ്, 2019 നിലമ്പൂർ കവളപ്പാറ ദേശീയ ദുരന്തമായിരുന്നു. പിന്നെ കേരളം കണ്ട ഏറ്റവും വലിയ അപകടമായ ഇടുക്കി പെട്ടിമുടി 2020 ഓഗസ്റ്റിൽ നടന്ന ഏകദേശം 70ഓളം പേര് മരിച്ചൊരു ഇൻസിഡന്റ് ആണ്. പിന്നെ വലുതും ചെറുതുമായ അനേക ദൗത്യങ്ങൾ. മുതലപ്പുഴയിലെ ഇന്ത്യൻ നേവിയൊക്കെ ആ ദൗത്യത്തിന് പിന്മാറിയതാണ്. ആ സമയത്ത് ഗവൺമെന്റ് റിക്വസ്റ്റ് പ്രകാരം ഞാനാണ് അവിടെ ഓപ്പറേറ്റ് ചെയ്തത്. പിന്നെ നിരവധി ദുരന്തങ്ങൾ വേറെയുണ്ട്. ഉത്തരാഖണ്ഡിൽ തന്നെ മുൻപുണ്ടായിട്ടാണ് ദുരന്തം. അതൊരു 2021 നടന്നതാണ്, ദേശീയ ദുരന്തമാണ്. ഏകദേശം 300 മേളിൽ ആൾക്കാർ അടുത്ത് സംഭവിച്ചതാണ്. അത് രണ്ടാമത്തെ ടണൽ ഓപ്പറേഷൻ ആണ്. ഇതിനുള്ളതെന്ന് പറഞ്ഞാൽ ദൗത്യ സംഘത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു. അതിൽ മലയാളിക്ക് ഒരു ഓപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് കഴിഞ്ഞു. മാത്രം ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ഒരുപാട് മികച്ച വ്യക്തികളായിട്ട്, പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ടണലിംഗ് എക്സ്പെർട്ട് അർണോൾഡ് ഡിക്സ് ആണ് പിന്നെ ദൗത്യ സംഘ തലവനായിട്ട് വരുന്നത്. അദ്ദേഹമായിട്ട് ഒരുപാട് അടുക്കാനും, പിന്നെ അതിനകത്ത് പങ്കെടുത്ത എല്ലാവരും ഹൈ എക്സ്പേർട്സ് ആണ്. അപ്പൊ അതിനകത്തൊരു ഭാഗമാകാൻ കഴിഞ്ഞാലും, മലയാളി എന്ന രീതിയിൽ ഭാഗമാകാൻ കഴിഞ്ഞതിലും പങ്കെടുക്കാൻ സാധിച്ചതിലും ഈ 41 പേരും വളരെ സുരക്ഷിതമായിട്ട് ഒരു കാഷ്വാലിറ്റി ഇല്ലാതെ പുറത്തിറങ്ങാൻ സാധിച്ചില്ല. ആ ടീമിനൊപ്പം വർക്ക് ചെയ്യാനും ആ ടണലിന് അകത്ത് നിന്ന് പഠിക്കാനും ഭാഗമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷം തോന്നുന്നു. സൈന്യത്തിൽ ചേരാനുള്ള ആഗ്രഹം അപ്രതീക്ഷിത സാഹചര്യങ്ങൾ കാരണം ഉപേക്ഷിക്കേണ്ടി വന്നുവെങ്കിലും സന്നദ്ധ പ്രവർത്തനം എന്ന നിലയിൽ രാജ്യസേവനത്തിലുള്ള ഒരു അവസരവും രഞ്ജിത്ത് പാഴാക്കാറില്ല. യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ ദേശസേവനത്തിനായി രഞ്ജിത്ത് തിരഞ്ഞെടുത്ത മാർഗം ഏവർക്കും ഒരു അതുല്യ മാതൃകയാണ്, ഒപ്പം നമ്മുടെ അഭിമാനവും. ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് കേരളത്തിലും. വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്നാണല്ലോ. ആ സ്വർഗം ഇനി തലസ്ഥാനത്തെ ശംഖുമുഖം കടപ്പുറത്തേക്കും. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് കടൽക്കാറ്റേറ്റ് ഒരു വിവാഹം. ഇനി ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിനായി രാജസ്ഥാനിലെ കൊട്ടാരങ്ങളിലേക്ക് പോകണ്ട, സ്വിറ്റ്സർലൻഡിലെ മഞ്ഞുമലകളിലേക്കും പോകണ്ട. കേരളത്തിൽ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള കേരളത്തിലെ ആദ്യത്തെ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ ശംഖുമുഖത്ത് ആരംഭിച്ചു. നവംബർ 30 ആദ്യ വിവാഹം ഇവിടെ നടന്നു. അതിഥികൾക്ക് താമസ സൗകര്യം, കടൽ വിഭവങ്ങളും തനത് കേരള വിഭവങ്ങളും ഉൾപ്പെടുത്തിയുള്ള മെനു എല്ലാം ഉണ്ട് ഇവിടെ. ജില്ലാ ടൂറിസം വികസന സഹകരണ സൊസൈറ്റിക്കാണ് നടത്തിപ്പ് ചുമതല. ശംഖുമുഖം ബീച്ചും പരിസരവും മനോഹരമാക്കി ബീച്ച് കേന്ദ്രീകരിച്ച് നൈറ്റ് ലൈഫ് കേന്ദ്രം ഒരുക്കാനും പദ്ധതിയുണ്ട്. ഈ പദ്ധതിയെക്കുറിച്ച് ശംഖുമുഖത്തെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് കേന്ദ്രത്തിന്റെ നടത്തിപ്പ് ചുമതലയുള്ള തിരുവനന്തപുരം ജില്ലാ ടൂറിസം വികസന സഹകരണ സൊസൈറ്റി ഭാരവാഹി UN ഷമീർ നല്ല വാർത്തയോട്. കേരള ഗവൺമെന്റ് നിലവിലെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിന്റെ സാധ്യതകളെ മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് ട്രിവാൻഡ്രത്ത് ശംഖുമുഖത്താണ് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ആരംഭിച്ചിരിക്കുന്നത്. പിന്നെ അവിടുത്തെ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്, ഞങ്ങളവിടെ നമ്മുടെ ബ്രൈഡിനും ഗ്രൂമിനും വേണ്ടിയിട്ടുള്ള ഒരു ഡൈസ് ഉണ്ട്, ഒരു ആംഫി തിയേറ്റർ ഉണ്ട്. വളരെ ഓപ്പൺ എയറിൽ നമുക്ക് കടലിന്റെ ആ ഒരു ആംബിയൻസും ആ ഈവനിങ്ങിന്റെ ഒരു ഇതെല്ലാം കൂടിയിട്ട് വളരെ നന്നായി ചെയ്യാൻ പറ്റുന്ന നിലയിലാണ് ഇപ്പോൾ അത് ഒരുക്കിയിട്ടുള്ളത്. റൂം ഫെസിലിറ്റീസ്, കാർ പാർക്കിംഗ്, അങ്ങനെ എല്ലാ തരത്തിലും മേഖലയിലും നമുക്ക് വളരെ നന്നായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് നമ്മളതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വിവാഹം എന്ന് പറയുമ്പോൾ നമുക്കത് എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ഒരു കാര്യമാണല്ലോ.
അപ്പോൾ അത്തരത്തില് അതിനെ വളരെ മനോഹരമാക്കി ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടിയിട്ടാണ് ഞങ്ങളത് ഒരുക്കിയിട്ടുള്ളത്. ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകളുടെ വർദ്ധിച്ചുവരുന്ന ജനപ്രീതി കേരളത്തിന്റെ ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്കും കൂടുതൽ ഊർജം പകരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കോഴിക്കോട്, വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന താമരശ്ശേരി ചുരം ഹെയർപിൻ വളവുകളും കുത്തനെയുള്ള കയറ്റവുമുള്ള ചുരങ്ങൾ കയറാതെ വയനാട് എത്തുക അസാധ്യം. എന്നാൽ ചുരം കയറാതെ വയനാട് എത്താനാകുമെങ്കിലോ? അതിലുള്ള സാധ്യതയാണ് കോഴിക്കോട് വയനാട് തുരങ്കപാത പദ്ധതി തുറന്നിട്ടിരിക്കുന്നത്. കോഴിക്കോട് വയനാട് തുരങ്കപാത നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. 8.1 കിലോമീറ്ററാണ് പാതയിലെ തുരങ്കത്തിന്റെ ദൈർഘ്യം. പദ്ധതിക്കായി ഉപയോഗിക്കുന്ന ഭൂമിക്ക് പകരം 17 ഹെക്ടറിൽ ഏറെ ഭൂമിയിൽ മരം വെച്ച് പിടിപ്പിക്കുകയും അത് റിസർവ് വനമായി വിജ്ഞാപനം ചെയ്ത് വിവരങ്ങൾ സമർപ്പിക്കണം എന്നാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിനായുള്ള ഭൂമി വയനാട് ജില്ലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. തിരക്കും ഗതാഗത കുരുക്കും പതിവായ താമരശ്ശേരിക്ക് ഇതുവഴി ശാപമോക്ഷമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം കൊക്കകളെ ഭയക്കാതെ പണ്ട് കരിന്തണ്ടാൻ കാട്ടിത്തന്ന പാത വിട്ട് തുരങ്കത്തിലൂടെ ചുരുങ്ങിയ സമയത്തിൽ ഒരു യാത്രയും യാഥാർത്ഥ്യമാകും. നാസയുടെ ടെലസ്കോപ്പ് ഏറ്റവും വിദൂരതയിലുള്ള ബ്ലാക്ക് ഹോൾ അടുത്തിടെ കണ്ടെത്തിയിരുന്നു. ഒരു നക്ഷത്രത്തിന് നാശം സംഭവിക്കുമ്പോഴാണ് ബ്ലാക്ക് ഹോൾ രൂപപ്പെടുന്നത്. ബിഗ് ബാങ്ങിന് ശേഷം 470 ദശലക്ഷം വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ ബ്ലാക്ക് ഹോൾ. ഭൂമിയിൽ നിന്ന് 13.5 ദശലക്ഷം പ്രകാശ വർഷം അകലെയുള്ള ഈ ബ്ലാക്ക് ഹോൾ മനുഷ്യൻ ഇന്നുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ ഏറ്റവും വിദൂരതയിലുള്ളതാണ്. ഇത് വികാസത്തിന്റെ പ്രാരംഭഘട്ടത്തിലാണ് എന്നതാണ് കണ്ടെത്തൽ. സൂര്യനേക്കാൾ 10 മുതൽ 100 ഇരട്ടി വലിപ്പമുണ്ട് ഇതിനെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അനാദിയായ പ്രപഞ്ചത്തിന്റെ കൂടുതൽ വിസ്മയങ്ങളിലേക്ക് ഈ കണ്ടെത്തൽ നമ്മെ കൂട്ടിക്കൊണ്ടുപോകും എന്ന് പ്രതീക്ഷിക്കാം. പെരളശ്ശേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രക്കുളത്തിനും എറണാകുളത്തെ ജലപാതയ്ക്കും കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പൈതൃക പദവി ലഭിച്ചു. കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ 75 സ്ഥലങ്ങളെ ജലപൈതൃക സ്ഥലങ്ങളായി പ്രഖ്യാപിച്ചതിലാണ് ഇവ ഉൾപ്പെടുന്നത്. 100 വർഷത്തിലേറെ പഴക്കമുള്ളതും ചരിത്ര പ്രാധാന്യമുള്ളതുമായ ജലാശയങ്ങൾക്കാണ് പൈതൃക പദവി അനുവദിക്കുന്നത്. പെരളശ്ശേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രക്കുളം 75 സെന്റോളം സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും മനോഹരമായ കൽപ്പടവുകളാൽ നിർമ്മിതമായ ഈ കുളം നിർമ്മാണ ചാരുതയുടെയും വാസ്തുശാസ്ത്രത്തിന്റെയും ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ്. ഹരിത കേരള മിഷൻ കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ ശ്രീ EK സോമശേഖരൻ 1500 വർഷം മുമ്പ് നിർമ്മിച്ചതാണ് ഈ കുളം എന്നതാണ് വിദഗ്ധന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഉത്തരേന്ത്യൻ മാതൃകയായ സ്റ്റെപ്പ് വെൽ എന്ന ഗണത്തിലാണ് യൂണിയൻ സർക്കാർ ഇപ്പോൾ ഈ ക്ഷേത്രക്കുളത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലെ പടി നിർമ്മാണമാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ളത്. ഇതിന്റെ പടികൾ വാസ്തുവിദ്യാ ശൈലിയിൽ സങ്കീർണമായ രീതിയാണ് ഉപയോഗപ്പെടുത്തിയത് എന്ന് ഈ മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അഞ്ചരക്കണ്ടി പുഴയുടെ തീരത്തുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും ഈ കുളവും. മനോഹരമായ ആൽമരങ്ങൾ ഇത് ഈ ക്ഷേത്രത്തിന്റെ സമീപങ്ങളിലായിട്ടുണ്ട്. പ്രാദേശികമായി അയനി വയൽ കുളം എന്ന പേരുകൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. നിരവധി സിനിമകളിൽ, ആൽബങ്ങളിൽ ഒക്കെ ഈ ക്ഷേത്രം ഇതിനകം ഇടം പിടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പുതിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലും പരിസരത്തുമുള്ള കെട്ടിടങ്ങൾ വീഴുന്ന മുഴുവൻ മഴവെള്ളവും വളരെ ശാസ്ത്രീയമായി ശുദ്ധീകരിച്ച് ഈ കുളത്തിലേക്ക് സംഭരിക്കാനുള്ള സംവിധാനങ്ങൾ കൂടി ഏർപ്പെടുത്തിയെന്നത് ഈ ആധുനിക കാലത്തെ ഏറ്റവും വലിയ ഇടപെടലുകളിൽ ഒന്നാണ്. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ജലശക്തി മന്ത്രാലയം 421 നാമനിർദ്ദേശങ്ങൾ ലഭിച്ചതിൽ നിന്ന് തിരഞ്ഞെടുത്ത 75 സൈറ്റുകളിലാണ് കേരളത്തിലെ ഈ 2 സ്ഥലങ്ങളും ഉൾപ്പെടുന്നത്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavaartha@gmail.com എന്ന ഇമെയിൽ ഐഡിയിൽ അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായത്തിനായി ഞങ്ങൾ കാത്തിരിക്കും. നല്ല വാർത്തകൾ അവതരിപ്പിച്ചത് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം അവതരണം മയൂഷ AM. തയ്യാറാക്കിയത് ലക്ഷ്മി ശ്രീ വിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. പ്രിയ ശ്രോതാക്കൾക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ.